ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്ന കണക്ക് തന്നെ സ്പൈഡർ പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം എനിക്ക് അല്ലാതെ ഇതിൻ്റെ ഇലയ്ക്കൊക്കെ കുറച്ച് വീതി കൂടുതലാണ്. സ്പൈഡർ പ്ലാന്റിൻ്റെ ഇല പോലെയല്ല, കുറച്ചുകൂടെ വീതിയുള്ള ഇലകളാണ്. പിന്നെ സ്പൈഡർ പ്ലാന്റിൻ്റെ കണക്ക് തന്നെ സ്പൈക്ക് വന്നിട്ട് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിന് തൈകളൊന്നും പൊട്ടി വരുന്നില്ല. തൈകൾ ചോട്ടിൽ നിന്ന് തന്നെയാണ് പൊട്ടി വരുന്നത്. അപ്പോൾ അത് ഞാൻ വേറൊരു പോട്ടിലേക്ക് നടാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി വലിയൊരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കരിയില ഇട്ടു. കരിയില ഇടുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ചട്ടിയുടെ വെയിറ്റ് കുറയാനും, രണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് ദ്രവിച്ച് അതൊരു കമ്പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും. എന്നിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കി. പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈർപ്പം കുറച്ച് നിൽക്കുന്ന ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി. പിന്നെ നീർവാർച്ചയുള്ള ഒരു പോട്ടി മിക്സ് ആയിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചകിരിച്ചോറ്, കമ്പോസ്റ്റ്. ഈ കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ മുയൽക്കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് പിന്നെ മേൽമണ്ണും, പിന്നെ കുറച്ച് മേൽമണ്ണ് കട്ടിയായിട്ടുള്ള മേൽമണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർലൈറ്റൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ആൻറ്റി ഫംഗൽ പൗഡറും. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണേ. പിന്നെ ഇതിനകത്തൊരു കിഴങ്ങ് വരാറുണ്ട്, വേരിനകത്ത് തന്നെ കണ്ട അതേമാതിരി ചെറിയ ചെറിയ കിഴങ്ങുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ തന്നെ നട്ടു കൊടുക്കാം. കുറച്ചുകൂടെ വലിയ ചട്ടി ആയതുകൊണ്ട് നമുക്ക് മണ്ണൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. നട്ടു കൊടുത്തിട്ട് പിന്നെ സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത്. ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകുന്നത് കാണാറുണ്ട്. പിന്നെ ഇൻഡോറിൽ വെക്കാനും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. നല്ല പ്രകാശം വേണമെന്നേ ഉള്ളൂ, സൂര്യപ്രകാശം നേരിട്ട് കിട്ടണമെന്നില്ല ഈ ചെടിക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഡോറിൽ ഉപയോഗിക്കാം. പിന്നെ ഈർപ്പം കുറച്ചൊക്കെ എപ്പോഴും നിലനിൽക്കുന്ന ഒരു പോട്ടി മിക്സ് ആവുന്നതാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും നമ്മൾ മണ്ണ് തൊട്ട് നോക്കിയിട്ട് അതിനകത്ത് ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വരണ്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വളം വല്ലപ്പോഴും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. അതും 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴൊക്കെ മതിയാവും. പിന്നെ രോഗങ്ങൾ അങ്ങനെ വലുതായിട്ട് കാണുന്നില്ല. പിന്നെ വെയിലൊന്നും തട്ടാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഫംഗൽ ബാധയോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളീച്ചയുടെ ശല്യമോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നും കൂടുതലില്ലാത്ത ചെടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.